എടത്തല ഗ്രാമപഞ്ചായത്തിലെ 17-ാം വാർഡിൽ തെക്കേക്കര അങ്കനവാടി റോഡിൽ കാന നിർമ്മാണവും റോഡ് കട്ടവിരിക്കലും പൂർത്തിയായി. വാഴക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ബ്ലോക്ക് പഞ്ചായത്തിന്റെയും ഗ്രാമപഞ്ചായത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ പൂർത്തിയാക്കിയ പ്രവർത്തനങ്ങൾ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ആബിദ ഷരീഫ് ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്തിന്റെ 10 ലക്ഷം രൂപയും ഗ്രാമപഞ്ചായത്തിന്റെ 3,60,000 രൂപയും കൂട്ടിയാണ് എടത്തല ഗ്രാമപഞ്ചായത്തിലെ 17-ാം വാർഡിൽ തെക്കേക്കര അങ്കനവാടി റോഡിൽ കാന നിർമ്മാണവും റോഡ് കട്ടവിരിക്കലും പൂർത്തിയാക്കിയത്. കാലങ്ങളായി വെള്ളക്കെട്ട് മൂലം നാട്ടുകാർ പലരും ഈ പ്രദേശത്തു നിന്ന് വീടുപേക്ഷിച്ച് പോകുന്ന സാഹചര്യത്തിലായിരുന്നു ഗാന്ധിനഗർ ഡിവിഷനിൽ വാഴക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കിയത്. പൂർത്തിയാക്കിയ പ്രവർത്തനങ്ങളുടെ ഔദ്യോഗിക ഉദ്ഘാടനം വാഴക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ആബിദ ഷരീഫ് ഉദ്ഘാടനം ചെയ്തു. ഈ റോഡ് അത്രയ്ക്കും ശോചനീയാവസ്ഥയാണ്. മെമ്പറും പറയുന്നുണ്ട്, ഇവിടെ താമസിച്ചവർ മാറിപ്പോകുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. അത്രയ്ക്കും ഒരു ശോചനീയാവസ്ഥയിൽ കിടന്ന റോഡാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് നിരന്തരം ജാസ്മി എന്നെ വിളിക്കും, നമുക്കിവിടെ ഇങ്ങനെ ഫണ്ട് വേണം. പല പ്രാവശ്യം പഞ്ചായത്തിൽ നിന്ന് ഒരുപാട് ഉദ്യോഗസ്ഥരും പ്രസിഡന്റ് അടക്കം വന്ന് ഈ റോഡ് പരിശോധിച്ച് ഇപ്പം ചെയ്യും എന്ന് പറഞ്ഞല്ലാതെ ഫണ്ട് ഇതിന് പഞ്ചായത്ത് അനുവദിക്കുന്ന ഒരു ഘട്ടം ഉണ്ടായില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഇത്രയും അത്യാവശ്യ ഘടകമായ ഈ റോഡിന് ബ്ലോക്ക് പഞ്ചായത്ത് 10 ലക്ഷം രൂപ വകയിരുത്തുകയും അതിനകത്ത് ബ്ലോക്ക് പഞ്ചായത്തിന് ഒറ്റക്കെടുത്ത് ചെയ്യാൻ പറ്റില്ല. കാരണം ഈ റോഡിന് 6 മീറ്റർ വീതി ഉണ്ടെങ്കിൽ മാത്രമാണ് ബ്ലോക്ക് പഞ്ചായത്തിന് ചെയ്യാൻ പറ്റുള്ളൂ. ആ അവസ്ഥയിലേക്ക് ഞാൻ വാർഡ് മെമ്പറെ സമീപിക്കുകയും വാർഡ് മെമ്പറെ കുറച്ച് തുക ഇതിനകത്തേക്ക് വെച്ചാൽ മാത്രമാണ് സംയുക്തമായിട്ട് ബ്ലോക്ക് പഞ്ചായത്തിന് ഈ ഫണ്ട് ഇവിടെ വിനിയോഗിക്കാൻ കഴിയുള്ളൂ എന്നുള്ള നിർദ്ദേശമനുസരിച്ച് ഞാൻ വാർഡ് മെമ്പറെ പറഞ്ഞിട്ട് വാർഡ് മെമ്പർ 3,60,000 രൂപയ്ക്കും ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ 10 ലക്ഷം രൂപയും കൂട്ടി 13,60,000 രൂപയാണ് നമ്മുടെ ഈ റോഡിൻ്റെ ഈ അവസ്ഥയിൽ ഈ റോഡിൻ്റെ ഈ പൂർണ്ണമായ ഒരു റോഡാക്കി തീർക്കുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. യോഗത്തിന് വാർഡ് മെമ്പർ ജാസ്മിൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് മെമ്പർ അഡ്വക്കേറ്റ് റൈജ അമീർ മുഖ്യ അതിഥിയായിരുന്ന ചടങ്ങിൽ ഫണ്ട് അനുവദിച്ച ബ്ലോക്ക് മെമ്പറിനും വാർഡ് മെമ്പറിനും നാട്ടുകാരും അങ്കണവാടി ടീച്ചറും ചേർന്ന് സ്നേഹാദരം നൽകി. മുൻ മെമ്പർ കുഞ്ഞു മുഹമ്മദ് ചടങ്ങിന് സ്വാഗതമർപ്പിച്ചു. മുസ്ലിം ലീഗ് ആലുവ നിയോജക മണ്ഡലം പ്രസിഡന്റ് ലത്തീഫ്, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് എ മാഹിൻ, കോൺട്രാക്ടർ കുഞ്ഞു മുഹമ്മദ്, കുടുംബശ്രീ ADS സെക്രട്ടറി നിത, മക്കാര് എടത്തല, ബഷീർ എടത്തല, അങ്കണവാടി ടീച്ചർ ഷീബ തുടങ്ങിയവർ ചടങ്ങിൽ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ആലുവ. കളങ്കമില്ലാത്ത സൗഹൃദം പോലെ കലർപ്പില്ലാത്ത വിശ്വാസം. കല്ലൻസ് ജ്വല്ലറി.